മഞ്ജുവിൽ ഗിരിയും മഞ്ജുവും മഹിമയും മുകുന്ദനും എല്ലാം കൂടി അങ്ങനെ ആശുപത്രിയിൽ വെച്ച് അവർ സംസാരിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ ഷെയർ ചെയ്ത് ചായയും പഴംപൊരിയും കഴിച്ച് അങ്ങനെ സന്തോഷകരമായി കളിച്ച് ചിരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളുടെ ശാലിനി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ശാലിനിക്ക് അവരുടെ ആ കളിച്ചിരിയൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ശാലിനി പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ മുകുന്ദന് ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യം അറിഞ്ഞപ്പോൾ ഗിരിയേട്ടൻ ആകെ തകർന്നിരിക്കുമായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ അതൊന്നുമല്ല സ്ഥിതി. എല്ലാവരും ഭയങ്കര കളി ചിരിയും തമാശകളൊക്കെ ആയിട്ട് കളിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ്. മുകുന്ദൻ പറയുകയാണ്, അങ്ങനെ ഇവിടെ നെഞ്ചത്തിട്ട് അടിച്ച് കരയാൻ വേണ്ടിയിട്ടും ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അതിന് ഞാൻ ചത്തുപോയിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ നെഞ്ചത്തിട്ടടിച്ച് കരയാനൊക്കെ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ മഹിമയും പറയുകയാണ്, അത് മാത്രമല്ല ഇനി അഥവാ ഗിരിയേട്ടൻ അത്ര തകർന്നിരിക്കുകയാണെങ്കിൽ സമാധാനിപ്പിക്കാനായിട്ട് ഇവിടെ എൻ്റെ ചേച്ചി മഞ്ജു ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നീ അധികം സംസാരിക്കുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് മഹിമയോട് കയർത്ത് കയറുകയാണ് ശാലിനി. അങ്ങനെയാണെങ്കിൽ മഞ്ജുവിനോട് പറയുകയാണ്, നിനക്ക് സർക്കാർ ശമ്പളം തരുന്നത് ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയാൻ വേണ്ടിയിട്ടാണോ? നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്ക് ജോലിയില്ല, ഡ്യൂട്ടി ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഗിരിയും പറയുകയാണ്, നീ അത് അന്വേഷിക്കേണ്ട, നീ പറഞ്ഞ പോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് അവൾ, അതുകൊണ്ട് തന്നെ അവളോട് സംസാരിക്കുമ്പോൾ നീ ആ ഒരു മാന്യത കാണിക്കണം. നിനക്ക് നിൻ്റെ വീട്ടുവേലക്കാരിയോട് സംസാരിക്കുന്ന ഒരു സ്റ്റൈലിൽ അവളോട് സംസാരിക്കേണ്ടെന്ന് തീർത്ത് പറയുകയാണ്. അപ്പോൾ ശാലിനിയും പറയുകയാണ്, നീ എന്ന് മുതലാണ് അവൾക്ക് വേണ്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയുകയാണെങ്കിൽ, നീ എൻ്റെ ആരാ എന്ന് തന്നെ ചോദിക്കുകയാണ് ഗിരി. മാത്രമല്ല മഞ്ജു എൻ്റെ ഭാര്യയാണ്, ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും, ഞാൻ അവളെ വഴക്ക് പറയും, തല്ലും, ഞങ്ങൾ തമ്മിൽ വഴക്കുമൊക്കെ ആയിരിക്കും. ഇതൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും പുറത്തുനിന്ന് ആരും വന്ന് അവളുടെ മേത്ത് കുതിര കയറാൻ വരണ്ട, അതിന് ഞാനിവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആധികാരികപരമായിട്ട് തന്നെ പറയുകയാണ് ശാലിനിയോട്. ശാലിനി അവിടുന്ന് പോകുന്നു. അപ്പോൾ മഹിമ വന്നിട്ട്, നന്നായി ചേട്ടാ, വളരെ മാസ് ഡയലോഗായി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇത്രയും സ്നേഹം മഞ്ജു ചേച്ചിനോട് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടല്ല, ഗോപാൽജിയെ ഓർത്തിട്ടാണ്, ഗോപാൽജിയുടെ മോൾ എൻ്റെ പുറകെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടന്നാൽ അവളുടെ ഭാവി എന്താവുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചാൽ, നിൻ്റെ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന് പറയുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ മഞ്ജുവിനോട് പറയുകയാണ് മഹിമ, ചേച്ചി വിഷമിക്കേണ്ട, എന്തൊക്കെ പറഞ്ഞാലും ചേട്ടന് ചേച്ചിയോട് നല്ല സ്നേഹമുണ്ട്, അത് എന്തെങ്കിലും പുറത്ത് വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് മുകുന്ദൻ്റെ അമ്മയുടെ അടുത്ത്, അതായത് വീട്ടിലേക്ക് തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ മുകുന്ദൻ്റെ അമ്മയാണെങ്കിൽ ചുരുൾവടിയൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്, നല്ല അടി വെച്ച് കൊടുക്കുകയാണ്. വന്ന് കയറുമ്പോൾ തന്നെ ഒരുപാട് അടിക്കുകയാണ് ചുരുൾ കൊണ്ട് മുകുന്ദനെ. ഒപ്പം ഗിരിയെയും അടിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു കാര്യമുണ്ടായിട്ട് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് മുകുന്ദനോടും, ഇതൊക്കെ നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്ന് ഗിരിയോടും ചോദിക്കുകയാണ്. എന്നിട്ട് നീയും ഇതെന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയുകയാണ്, അമ്മ ഇത് അറിയിക്കാതെ ടെൻഷൻ ആകുമെന്ന് ഇവൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞെന്ന് പറയുമ്പോൾ, അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഗിരിയെയും രണ്ടടി കൊടുക്കുകയാണ്. പറയുകയാണ്, എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എല്ലാം ഫേസ് ചെയ്യണം എന്ന്, ശക്തിയായിട്ട് തന്നെ മുമ്പോട്ട് പോകണം, ധൈര്യത്തോടെ മുമ്പോട്ട് പോകണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. എന്നിട്ട് എന്നെ പറ്റിച്ച ഒരു പെണ്ണിനെ വേണ്ടിയിട്ട് നീ നിൻ്റെ ജീവൻ തന്നെ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ, നിനക്കിത് എങ്ങനെ തോന്നി എന്നൊക്കെ പറയുമ്പോൾ ഗിരി ചോദിക്കുകയാണ്, അപ്പോൾ അമ്മയ്ക്ക് അറിയാമോ ആരാണ് ആ പെണ്ണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുകയാണ്. അപ്പോൾ എന്നാൽ പിന്നെ ആരാണെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അവൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, പക്ഷേ സമയമാകുമ്പോൾ ഞാൻ വേണ്ടി വന്നാൽ പറയും എന്ന് തന്നെ പറയുകയാണ്. ശേഷം കാണിക്കുന്നത് ഗിരിയുടെ വീട്ടിൽ തിരിച്ചെത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ സ്വപ്നയും അമ്മയും മഞ്ജുവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നു, മുകുന്ദൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്, ആ കറക്റ്റ് സമയത്ത് മഹിമ വന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ ആ പെണ്ണിനെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടായല്ലോ എന്ന് അമ്മയും പറയുകയാണ്. ഗിരി പറയുകയാണ്, ഞാൻ അവനോട് തലങ്ങും വിലങ്ങും ഒക്കെ ചോദിച്ചു, ആ പെണ്ണ് ആരാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞില്ല. അവളുടെ അമ്മയ്ക്കും അറിയാം, പക്ഷെ അമ്മയും പറഞ്ഞില്ല. പോയി ജീവിക്കട്ടെ എന്നാണ് അവർ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗിരിയുടെ അമ്മ പറയുകയാണ്, ഇത്രയും പാവം പിടിച്ച ഒരുത്തനെ അങ്ങനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നി, ആ പെണ്ണ് ഒരിക്കലും ഗുണം പിടിക്കില്ല, നാശം പിടിച്ചവൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാകുകയാണ്. മഞ്ജുവും ഗിരിയും തമ്മിലുള്ള സംഭാഷണമാണ്. രാത്രിയാകുമ്പോൾ ഗിരിയോട് മഞ്ജു ചോദിക്കുകയാണ്, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്, ശാലിനിയും നിങ്ങളും തമ്മിൽ വിവാഹത്തിന് മുൻപ് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണം, നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണ് സംശയരോഗികളാണെന്ന് പറയുമ്പോൾ അല്ല, അന്ന് ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് നമ്മൾ തമ്മിൽ ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അവൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ ിക്കുന്ന പോലെ ഒന്നുമില്ല, അവൾക്ക് എന്നോട് വൺ സൈഡ് ലവ് ആയിരുന്നു, അത് ഞാൻ പലതവണ അവളോട് വിലക്കിയതാണ്, എന്നിട്ടും അവൾ എൻ്റെ പുറകെ നിൽക്കുന്നത് എൻ്റെ കുഴപ്പമാണോ, ഇനി എന്ത് തന്നെയാണെങ്കിൽ നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനോട് ചോദിക്കുക. എന്ന നേരത്തിനാണ് ഞാൻ ഗോപാൽജി പറഞ്ഞത് കേട്ട് നിന്നെ കെട്ടാൻ പോയത്, ഒരാവശ്യവുമില്ലായിരുന്നു, ആവശ്യമില്ലാതെ ഈ സംശയരോഗിയെ നിന്നെ ചുമക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു എന്നൊക്കെ മഞ്ജുവിനെ കുറ്റം പറഞ്ഞു. മഞ്ജുവും പറയുകയാണ്, അത് തന്നെയാണ് ഞാനും ഓർക്കുന്നത്, ഒരാവശ്യമില്ലായിരുന്നു, ഞാൻ ഈ വിവാഹം നടന്നുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഗുണ്ടയും സഹിക്കേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയാണ്.
ശേഷം സഞ്ജയും സ്വപ്നയും കാണുകയാണ്. അപ്പോൾ സ്വപ്നയോട് സഞ്ജയ് ചോദിക്കുകയാണ്, നിനക്ക് ഇതിനു മുമ്പ് ആരോടും സ്നേഹവും തോന്നിയിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മോഹൻലാലിനോടാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെയല്ല, സ്നേഹം പ്രേമമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്നെ ധൈര്യപ്പെട്ട് ആരും വന്ന് ഇതുവരെ പ്രൊപ്പോസ് ചെയ്തിട്ടില്ല, പിന്നെ എൻ്റെ ഗിരിയേട്ടനെ ഓർത്തിട്ടായിരിക്കും ആരും ധൈര്യപ്പെട്ട് വന്നില്ല, ഇനി വന്നാലും ഞാൻ ആരോടും അങ്ങനെ സ്നേഹമൊന്നും എനിക്ക് തോന്നില്ല, ഒരു പുരുഷനെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ ഇഷ്ടമുള്ളൂ, അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് സ്വയം പൊക്കി പറയുകയാണ്. സ്നേഹിച്ച് നടന്നാൽ മാത്രം മതിയോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അർത്ഥത്തോടു കൂടി പറയുമ്പോൾ അതിന് കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തണം ഗോപാൽജിയോട് സംസാരിക്കാൻ പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കുന്നത് കാണിച്ചിട്ടാണ് നിർത്തുന്നത്.